വനിതാ സംവരണ ബില്ലിനെതിരെ DMK ഉയർത്തിയ പ്രതിഷേധം സ്ത്രീകൾക്കെതിരെയുള്ള വെല്ലുവിളിയാണെന്ന് കന്യാകുമാരിയിലെ BJP നേതാവ് VS നന്ദിനി. DMK സർക്കാരിനെതിരെ തമിഴ്നാട്ടിലെ സ്ത്രീജനങ്ങൾ വിധിയെഴുതും. സ്റ്റാലിൻ സർക്കാരിന്റെ കുടുംബവാഴ്ച അവസാനിപ്പിക്കുമെന്നും VS നന്ദിനി ജനം TVയോട് പ്രതികരിച്ചു. തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ BJPയുടെ വനിതാ പ്രവർത്തകരൊക്കെ തന്നെ വലിയ തരത്തിൽ ഈ പ്രചരണത്തിൻ്റെ ഭാഗമായി മുന്നേറുകയാണ്. നമ്മളോടൊപ്പം ചേരുന്നത് കന്യാകുമാരി വെസ്റ്റ് ജില്ലയുടെ BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ വിളവങ്കോട് മണ്ഡലത്തിലെ നേരത്തെയുള്ള MLA സ്ഥാനാർത്ഥിയും ആയിട്ടുള്ള VS നന്ദിനിയാണ്. ഈ വനിതാ സംവരണ ബില്ല് കഴിഞ്ഞ ദിവസം അതിനെ പ്രതിഷേധവുമായിട്ടൊക്കെ സ്റ്റാലിൻ സർക്കാർ ഇവിടെ പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ആഘോഷമൊക്കെ കാണുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് തോന്നുന്നത്? അതായത് DMK വനിതാ സംവരണ ബില്ല് അവർ റദ്ദാക്കിയത് എന്താണെന്ന് വെച്ചാൽ വനിതയ്ക്ക് എതിരായിട്ടുള്ള ഒരു സർക്കാരായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ വോട്ട് ചോദിക്കാൻ പോകുമ്പോഴും ഓരോ വീടുകളിലും നമ്മൾ ഇത് അവർക്ക് വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും നമ്മൾ ഇത് പറയുന്നുണ്ട്. ഇത് വനിതകളെ അവർ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. വനിതകൾ പല പടികളിലും മുന്നേറാൻ അവർക്ക് സാധിക്കാതെ ഇരിക്കണമെന്നുള്ളത്, പല പടികളിൽ അവർ വരാൻ കഴിവില്ലാത്ത െന്നുള്ള ഒരു ഇൻഡയറക്റ്റായിട്ടുള്ള ഒരു ഇത് അവർ തരാണ്. ഇതിനെ നമ്മൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോഴും നമ്മളത് പറയുന്നുണ്ട്. ഇത് വനിതയ്ക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാത്ത ഒരു സർക്കാരായിട്ടാണ്. വനിതകൾ പല മേഖലകളിലും വരാൻ പറ്റാത്ത ഒരു രീതിയിലാണ് നമ്മളെ DMK സർക്കാർ, സ്റ്റാലിൻ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് നമ്മൾ ഉത്തമ ബോധം കൊടുക്കുകയാണ്, ബോധവൽക്കരണം കൊടുക്കുകയാണ് ഓരോ വീടുകളിലും. അതുകൊണ്ട് ഇത്തവണ എല്ലാ വനിതകളും അവർക്കൊരു ബോധ്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ ഈ മോഡി സർക്കാരിന് മാത്രമേ നമ്മൾ വോട്ട് ചെയ്യൂ. DMKയുടെ ഭരണം, ആ ഭരണത്തിന് നമ്മൾ മാറ്റി നിർത്തുമെന്നുള്ളത് ഉള്ള ഉത്തമ ബോധം അവർ ഓരോ ലേഡീസിനും, ഓരോ അമ്മമാർക്കും, ഓരോ സഹോദരിമാർക്കും ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അത് ഇത്തവണ വിളവങ്കോട് അസംബ്ലി താമര ജയിക്കും. അതാണ് സിറ്റുവേഷൻ. ഈ ഒരു കുടുംബവാഴ്ച എന്നുള്ളതാണ് ഈ പ്രധാനമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ വന്നപ്പോൾ പറഞ്ഞത്. ഈ സ്റ്റാലിൻ്റെ കുടുംബം മാത്രം ഇങ്ങനെ ഒരു നിയന്ത്രണവുമായി തമിഴ്നാട്ടിൽ തന്നെ അവരുടെ ഒരു നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും പോകുന്നതെന്ന്. അത് അഫ്കോഴ്സ് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. കുടുംബാഴ്ച തന്നെ നടക്കുന്നത്. ആദ്യം മുത്തുവേൽ കരുണാനിധി, ദെൻ സ്റ്റാലിൻ, കനിമൊഴി, ഉദയനിധി, ഇൻപനിധി, അങ്ങനെ എല്ലാവരും ആ കുടുംബ ആഴ്ച തന്നെ ഇവിടെ നടക്കുന്നെന്നുള്ളതിൽ യാതൊരു മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് നമുക്ക് ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ മാത്രമല്ല, ഈ ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ആയാലും ശരി, തമിഴ്നാട് എല്ലാവർക്കും ആയാലും ശരി, എല്ലാ ജില്ലകളിലും അറിയാം ഇവിടെ നടക്കുന്നത് കുടുംബ ആഴ്ചയാണ്. അതിലൊരു വേറൊരു ഐഡിയാസോ വേറൊരു കരുത്തോ ഇതിൽ മാറ്റി പറയാൻ പറ്റൂല. അത് 100% ഉള്ളതാണ്. അതിലും ഇവിടെ വിളവങ്കോട് അസംബ്ലിയിലുള്ളവർ നല്ല ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ മാറ്റം അവർ താമരയ്ക്ക് തരുമെന്നുള്ള ഉത്തമ ബോധം നമുക്ക് വന്നിട്ടുണ്ട്. ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെ ഈ സനാതന ധർമ്മത്തിനെതിരെയുള്ള പ്രസ്താവനയൊക്കെ തന്നെ വലിയ തരത്തിലൊരു പ്രതിഷേധത്തിന് ഇടയായിട്ടുള്ള സംഭവമല്ല. അതായത് തമിഴ്നാടായാലും കേരളം ആയാലും സനാതന ധർമ്മം പഴയ രീതിയിൽ എങ്ങനെ വരുന്നു, വളർന്നിട്ടുണ്ട്, ഇപ്പോഴും എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മളെ ഇതിഹാസങ്ങൾ, നമ്മളെ പുരാണങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സനാതന ധർമ്മം, ഭാരതം എന്നുള്ളത് ആ സനാതന ധർമ്മത്തിൽ അലിഞ്ഞു കിടക്കുകയാണ്. ആ സനാതന ധർമ്മം, നമ്മളെ കൾച്ചർ ഇതാണ്, നമ്മുടെ പண்பாട് ഇതാണെന്നുള്ള രീതി നമുക്ക് തമിഴ്നാട്ടിലും ഉണ്ട്. ആ രീതിയെ മാറ്റി നിർത്തുമ്പോൾ അതും ജനങ്ങളിടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു ഘോഷയാത്ര ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളെ വിനായക ചതുർത്ഥി ഘോഷയാത്ര ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് എന്തോന്ന് പെർമിഷൻ വാങ്ങണം. വേറൊരു രീതിയിലാണെങ്കിൽ അവർക്ക് പെർമിഷൻ വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ സനാതന ധർമ്മം അവിടെ എന്താകണം, മരവിച്ചു പോകുന്നുണ്ട്. അതിനും എതിരായ സർക്കാർ എന്നുള്ളതിൽ ഏതൊരു മാറ്റി കരുത്തുമില്ല. 100% അതും സത്യമായ ഒരു രീതിയാണ്. അത് ആ രീതിയും ജനങ്ങളടുത്ത് നമ്മൾ പറയുന്നുണ്ട്. ജനങ്ങൾക്ക് നമ്മൾ പറയുന്ന മുമ്പേ അവർക്കറിയാം ഇത്തവണ നമുക്ക് മാറ്റം തീർച്ചയായിട്ടും വേണമെന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ്. തീർച്ചയായും ഇത്തവണ തമിഴ്നാട്ടിലൊരു മാറ്റം ഉണ്ടാകണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് ഈ മഹിളാ പ്രവർത്തകരൊക്കെ. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ്. ഈ വിളവൻകോട് മണ്ഡലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് മഹിളകൾ തന്നെ മുന്നിട്ട് നിന്നുകൊണ്ട് ഈ പ്രചരണത്തിന് ഒരു നേതൃത്വം നൽകുന്നത്. അനീഷ് കാട്ടാക്കടക്കൊപ്പം M മനോജ്, ജനം, നാഗർകോവിൽ.